ഒന്ന് പെൻഷൻ വീട്ടിൽ കൊണ്ടു കൊടുക്കണമെന്നാണ് സർക്കാരിന്റെ നിയമം നടപടി. പലപ്പോഴും അതും സാധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ സഹകരണ ബാങ്കുകൾ വഴിയാണ് പെൻഷൻ കൊടുക്കുക. അവര് സഹകരണ ബാങ്കിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചോ ഈ പെൻഷൻ കൊടുക്കാറുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19-ാം തീയതിയാണ് ഗവൺമെന്റ് വന്നത്. 19-ാം തീയതിയാണ് ഉത്തരവ് വന്നത്. അതിനുശേഷം പെരുന്നാളിന് 6-7 ദിവസമേ ഉള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഈ പെരുന്നാളിന് ഈ പൈസ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ആളുകൾ ഈ പെൻഷൻ ഒന്ന് കിട്ടാൻ വേണ്ടി നടക്കും. ഈ ഒരു സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന് ഇത് ഓരോ വീട്ടിലും കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്നുള്ളത് ഒരു ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അയാൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇപ്പൊ ഇത്തവണ തന്നെ വന്ന വലിയൊരു പരാതി, പെൻഷൻ മുടങ്ങി എന്നൊരു പരാതി LDFന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. പെരുന്നാളിന് പെൻഷൻ മുടങ്ങിയ പെരുന്നാൾ എന്നാണ് അവരുടെ വലിയ പ്രചരണം. അപ്പൊ ഞാൻ അന്വേഷിച്ചു പെൻഷൻ എങ്ങനെ മുടങ്ങി. 19-ാം തീയതി ഇട്ട ഒരു ഉത്തരവ് 27-ാം തീയതി വരെ നടപ്പായില്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പായില്ല എന്നൊരു ചോദ്യം. അപ്പൊ അന്വേഷിച്ചപ്പോ ചില സഹകരണ ബാങ്കുകൾ വിതരണം ചെയ്തില്ല. മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ അവരെ കുഴപ്പം കൊണ്ടാണോ എന്താണെന്നറിയില്ല. ചിലപ്പോൾ സ്റ്റാഫില്ല, ഞാൻ അവരങ്ങനെ മനഃപൂർവ്വം എന്ന് പറയില്ല. അപ്പൊ അങ്ങനെ സഹകരണ ബാങ്കുകൾ വിതരണം ചെയ്യാതിരുന്നപ്പോൾ അവിടെ പെൻഷൻ കിട്ടിയില്ല. അപ്പൊ അത് സർക്കാരിനെതിരായ ഒരായുധമായി LDF ഉപയോഗിക്കുന്നു. അത് സ്വാഭാവികമായി അങ്ങനെ ചെയ്യുമല്ലോ. പക്ഷേ UDF പറയുന്നത് LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്, അല്ല സഹകരണ സംഘങ്ങളാണ് അത് കൊടുക്കാതിരുന്നത്. കാരണം സഹകരണ സംഘം വഴിയാണ് അത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് സർക്കാർ നേരിട്ട് ഓരോരുത്തർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കുകയല്ലോ. അപ്പൊ സഹകരണ സംഘങ്ങൾ ഇതിലൊരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സഹകരണ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ക രാഷ്ട്രീയ സഹകരണ സംഘങ്ങളാണ്. എല്ലാം LDFന്റെ, UDFന്റെ, BJPയുടെ, ആരുടെയും ലീഗിന്റെ, കോൺഗ്രസിന്റെ, CPMന്റെ, CPIയുടെ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ സഹകരണ കൊള്ള കേൾക്കുമ്പോൾ ഓരോ പാർട്ടിയുടെ നേതാക്കന്മാര് ജയിലിലാവണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴപ്പം നടക്കുന്നത്. കരുവന്നൂർ എന്റെ നാടാണ്, അവിടെ തുടങ്ങിയതാണ് ഇതിന്റെ ഒരു വലിയ സ്കാം. അപ്പോ സഹകരണ സംഘങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ ഒരു അസറ്റാണ് കേരളത്തിന്. ഞാൻ അതല്ല എന്ന് പറയുന്നില്ല, ഞാൻ സഹകരണ സംഘങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ സഹകരണ ബാങ്ക് ആവുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ബാങ്കും സഹകരണ സംഘവും തമ്മിൽ രണ്ടായിട്ട് നിൽക്കണതിന്റെ ഒരു പ്രശ്നമൊക്കെ